ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് CUT ചാനൽ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് CUT UG 2024 നോട്ടിഫിക്കേഷൻ കണ്ടല്ലേ. 26 മാർച്ച് ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്താണ്? 26 മാർച്ച് ആയിരുന്നു. സോ നോക്കൂ മക്കളെ, ഇനി അപ്ലിക്കേഷൻ ഫീയെ കുറിച്ചിട്ടാണ് സാർ പറയുന്നത്. നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് 3 പേപ്പറിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ജനറൽ വിഭാഗമാണെങ്കിൽ 3 പേപ്പർ, അതായത് ഒരു അപ്ലിക്കേഷന് ഫീ വരുന്നത് 1000 rupees ആണ്, 1000 രൂപയാണ്. ഇനി ഓരോ അഡീഷൻ സബ്ജക്റ്റ്, അതായത് 3 പോരാ, എനിക്ക് ഒന്നും കൂടി സബ്ജക്ട് ഒരു പേപ്പറും കൂടി എഴുതണമെങ്കിൽ ഓരോ അഡീഷൻ പേപ്പറിനും 400 rupees വെച്ച് എന്ത് ചെയ്യണം? എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് അടക്കേണ്ടതാണ്. ഇനി OBC വിഭാഗക്കാരാണെങ്കിൽ 1000 അടക്കണ്ട, പകരം എത്ര അടച്ചാൽ മതി? 900 rupees എന്ത് ചെയ്താൽ മതി? അടച്ചാൽ മതി. അവർക്ക് ഓരോ പേപ്പറിനും, എക്സ്ട്രാ വരുന്ന ഓരോ പേപ്പറിനും 375 rupees വെച്ച് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഇനി SC ST തേർഡ് ജെൻഡർ വിഭാഗത്തിൽ വരുന്ന ആളുകളാണെങ്കിൽ 800 rupees എന്ത് ചെയ്താൽ മതി? 3 പേപ്പറിന് കൊടുത്താൽ മതി. അതായത് ഒരു ഡൊമൈന്, ഒരു ജനറൽ ടെസ്റ്റ്, ഒരു ഇംഗ്ലീഷ് പേപ്പർ അല്ലെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതുന്നവർക്ക് എന്ത് ചെയ്താൽ മതി? 800 കൊടുത്താൽ മതി. ഇനി അതിന് പുറമെ, അതായത് 2 ഡൊമൈനൊക്കെ എഴുതുന്നവരാണെങ്കിൽ എക്സ്ട്രാ എന്ത് ചെയ്യണം? 350 rupees വെച്ച് എന്ത് ചെയ്യണം? ഓരോ പേപ്പറിന് എക്സ്ട്രാ കൊടുക്കണം. ഇനി ഇന്ത്യക്ക് പുറത്ത്, സെൻട്രൽ ഔട്ട്സൈഡ് ഇന്ത്യ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികള് ഒരൊറ്റ അപ്ലിക്കേഷൻ, അതായത് 3 സബ്ജക്റ്റിന് വേണ്ടി 4500 ഓരോ സബ്ജക്റ്റിന്റെ പേപ്പർ എക്സ്ട്രാ വരുന്നതിനനുസരിച്ച് 1800 rupees വെച്ച് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്ക്, മോഡ് ഓഫ് ദ ടെസ്റ്റ്. ഇവിടെയാണ് CUT UG 2024 ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്താ ഹൈലൈറ്റ്? ഇറ്റ് ഈസ് എ ഹൈബ്രിഡ് മോഡ് എക്സാമിനേഷൻ ആണ്. അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ഉണ്ടാകും, അതുപോലെ പേപ്പർ പെൻ, അഥവാ നമ്മൾ OMR പേപ്പർ കറുപ്പിച്ചിട്ടുള്ള എക്സാം ഇല്ലേ, അതായത് പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് എക്സാമുകളും ഉണ്ടാവും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന സബ്ജക്റ്റിന്റെ എക്സാം അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ എക്സാം എന്ന് പറയുന്നത് എന്തായിരിക്കും? പെൻ ആൻഡ് പേപ്പർ മോഡായിരിക്കും. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കില്ല എന്നാണ് CUT UG 2024 ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ടെക്സ്റ്റ് പാറ്റേൺ നമ്മൾ പറഞ്ഞിരുന്നു, ഒബ്ജക്റ്റീവ് ടൈപ്പ് വിത്ത് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ദർ ഇസ് 13 ലാംഗ്വേജസിൽ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ലാംഗ്വേജ് സബ്ജക്ട്സുകളിൽ അതിന്റെ സിലബസ് ഉണ്ട്. ഡൊമൈൻ എന്ന് പറഞ്ഞത് ക്ലാസ് 12 സിലബസ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു ഹ്യൂമാനിറ്റീസിൽ ഇപ്പം എക്കണോമിക്സിലാണ് നിങ്ങൾക്ക് ഡൊമൈൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ക്ലാസ് +2 എക്കണോമിക്സ് സബ്ജക്ട് മാത്രം പഠിച്ചാൽ മതി. ഇനി ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിൽ +2 മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. ഇനി ജനറൽ ടെസ്റ്റിൽ നമ്മൾ സിലബസ് പറഞ്ഞിരുന്നു, അതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. പിന്നെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് http://exam.nta.ac.in CUT UG, അല്ലെങ്കിൽ സിംപ്ലി എന്ത് ചെയ്താൽ മതി? nta.cuet.ug എന്ന് അടിച്ചാൽ തന്നെ എന്ത് ചെയ്യും? ആ സൈറ്റിലേക്ക് എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. ഇനി കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സാം സെന്റർ എന്ന് പറയുന്നത്, ഒന്ന് ആലപ്പുഴയിൽ എക്സാം സെന്റർ പ്രസന്റ് ആണ്, മറ്റൊന്ന് എറണാകുളം, മൂവാറ്റുപുഴ, അങ്കമാലി, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട് അല്ലെങ്കിൽ കാലിക്കറ്റ്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട്. അതായത് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ജില്ലകളിലും എന്താണ്? എക്സാം സെന്റേഴ്സ് എന്താണ്? അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക, എക്സാം സെന്റേഴ്സ് നിങ്ങൾക്ക് അടുത്തിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള അടുത്ത 3 ഡിസ്ട്രിക്റ്റുകൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ഒരാൾ കൊണ്ടുപോയിട്ട് ഒരു എക്സാം സെന്റർ തിരുവനന്തപുരം, മറ്റൊന്ന് കാലിക്കറ്റും, മറ്റൊന്ന് മലപ്പുറം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസത്തെ എക്സാം 3 ദിവസം അടുപ്പിച്ച് നിങ്ങൾക്ക് എക്സാം വരികയാണെങ്കിൽ, ഒരു ദിവസം തിരുവനന്തപുരത്തായിരിക്കും എക്സാം, 2-ാമത്തെ ദിവസം മലപ്പുറം, 3-ാമത്തെ ദിവസം കാലിക്കറ്റ്. അപ്പൊ ഈ ട്രാവലിംഗ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി നെക്സ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഹൈബ്രിഡ് മോഡാണ് എക്സാം എന്ന് പറയുന്നത്. പിന്നെ ഡോക്യുമെന്റ് നീഡഡ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം നോക്കടാ? സ്കാൻഡ് കോപ്പി ഓഫ് റീസെന്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. നമ്മൾ നല്ല ചിരിച്ചുകൊണ്ട് നല്ലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇങ്ങനെ നിൽക്കുന്ന ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ത് ചെയ്യണം? സ്കാൻഡ് കോപ്പി തന്നെ വേണം. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്
JPG or JPEG JPEG ഫോർമാറ്റിലായിരിക്കണം എന്ത് ആ ഫോട്ടോ എന്ന് പറയുന്നത്. അതിന് ഒരു പ്രത്യേക എന്തുണ്ട് സൈസും എന്ത് ചെയ്യുന്നുണ്ട് CUT പറയുന്നുണ്ട്. പിന്നെ സ്കാൻഡ് കോപ്പി ഓഫ് സിഗ്നേച്ചർ, ബ്ലാക്ക് ഇങ്കില് സൈൻ ചെയ്തിട്ടുള്ള സിഗ്നേച്ചറിന്റെ കോപ്പി വേണം. പിന്നെന്താ ഗവൺമെന്റ് ഇഷ്യൂഡ് ഫോട്ടോ ഐഡന്റിഫൈ പ്രൂഫ്, അതെല്ലാവർക്കും എന്തുണ്ടാവും ആധാറോ പാനോ വോട്ടർ ID യോ പാസ്പോർട്ടോ ഒക്കെ ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ ആധാർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ശ്രദ്ധിക്കാം. പിന്നെ ബാങ്കിങ് ഡീറ്റെയിൽസ് കൊടുക്കണം. ഫോൺ നമ്പർ വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ, കാരണം OTP ബേസ്ഡ് ആണ് വരിക. OTP വരല് ഈ നമ്പറിലേക്കായിരിക്കും. അപ്പൊ നമ്പർ വാലിഡ് ആവണം. ഒരു ഇമെയിൽ ID വേണം. പിന്നെ 10ാം ക്ലാസ് +2ന്റെ മാർക്ക് ഷീറ്റ്. ഇതിന്റെ മാർക്ക് ഷീറ്റ് +2ന്റെ മാർക്ക് ഷീറ്റ് നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്താൽ മതി, ഓൺഗോയിങ് എന്നും ചെയ്താൽ മതി, കൊടുത്താൽ മതി. +2 എക്സാം എഴുതുന്നവർ. അല്ലാത്തവർ എന്ത് ചെയ്യണം, ക്ലാസ് 12ന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ സ്കാൻഡ് കോപ്പി ഓഫ് കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതായത് OBC വിഭാഗത്തിലൊക്കെ വരുന്ന അല്ലെങ്കിൽ SC/ST വിഭാഗം EWS വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ അവരെ ജനറൽ കാറ്റഗറിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ പരിഗണിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന റിസർവേഷൻ എന്ത് ചെയ്യും, മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഔട്ട്സൈഡ് കേരള പർപ്പസിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഉണ്ടാക്കണം. ഔട്ട്സൈഡ് കേരള പർപ്പസിൽ ഉണ്ടാക്കണം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത് ഔട്ട്സൈഡ് കേരള പർപ്പസ് ആണ്. അത് പെട്ടെന്ന് അക്ഷയയിൽ പോയിട്ട് പറയാം, എനിക്ക് ഔട്ട്സൈഡ് കേരള പർപ്പസിൽ ഒരു NCL ഉണ്ടാക്കി തരണം എന്ന് പറയാം, അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അത് തഹസിൽദാർ വേണം എന്ത് ചെയ്യാൻ, സൈൻ ചെയ്യാൻ. എന്നാൽ മാത്രമേ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുള്ളൂ, വാലിഡ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ കണക്കാക്കുകയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്.